എന്നെ കൊണ്ട് വലിയ വലിയ ശല്യമായിട്ടിരിക്കും ഇപ്പൊ ഉള്ള കൊറിയനും ജപ്പാൻ കടകളൊക്കെ നോക്കി വെച്ച് അവിടെ എല്ലാം ചേട്ടനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് എന്റെ പ്രധാന ഹോബി. ഞാൻ ജോലി ചെയ്യുന്നിടത്തൊരു ഫിലിപ്പിൻ അമ്മച്ചിയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ എന്റെ പണി പുള്ളിക്കാരിയോട് അവർ ആഹാരത്തെ കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങൾ കുത്തി ചോദിച്ച് ഈ ഫിലിപ്പിൻ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കാന്നുള്ളതാണ്. അമ്മച്ചി വിചാരിക്കുന്നുണ്ടാവും ഇവക്ക് ഈ തീറ്റിടാരി മാത്രമുള്ള ചോദിക്കാനെന്ന്. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞൊരു കടയിലെ കണ്ടിന്ന് ചേട്ടനെ വിളിച്ചോണ്ടേ വന്നത്. സംഭവം ഒരു ബേക്കറിയാണ്. പക്ഷെ അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഉബേ എന്ന് അവർ വിളിക്കുന്നത് നമ്മുടെ കാച്ചിൽ കൊണ്ട് ഉണ്ടാക്കിയ പല സാധനങ്ങളാണ്. നമ്മൾ കാച്ചിൽ അങ്ങോട്ട് പുഴുങ്ങി നല്ല എരിവും പുളിയൊക്കെ അങ്ങോട്ട് തട്ടുമ്പോൾ ഫിലിപ്പിൻകാർ അത് വെച്ച് പറ്റുന്ന സകല മധുര സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കടയിൽ മൊത്തത്തിൽ ഉബേ സാധനങ്ങളായോണ്ട് തന്നെ എവിടെ നോക്കിയാലും ഒരു പേർപ്പിൾ മയായിരുന്നു. അതുമായിട്ടൊന്ന് മാച്ചാവാനാണ് ഞാനും പേർപ്പിളൊക്കെ ഇട്ടുകൊണ്ട് പോയത്. പക്ഷെ ഒത്തില്ല. പിന്നെ കടയുടെ ഉള്ളിലുള്ള മണം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്നതിന്റെ എല്ലാം മണം അടിക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ വാരി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു തോന്നും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവസാനം ഇത് വാങ്ങിക്കണമെന്ന് ഓർത്ത് പ്രാന്ത് പിടിച്ച മനുഷ്യന്. അങ്ങനെ 3 സാധനം വാങ്ങാനിരുന്നിട്ട് 2 സാധനവും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ചേട്ടനാണ്. ഞാൻ ഈ മനുഷ്യന്റെ കയ്യിൽ ഹബ ഉബ എടുത്ത് കൊടുത്തിട്ട് അപ്പുറത്തിരിക്കുന്ന ബാക്കി സാധനങ്ങൾ നോക്കാൻ പോയപ്പോഴേക്കും ചേട്ടൻ അത് എവിടെയോ എടുത്ത് വെച്ച് എന്റെ വായനോട്ടം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഹബ വേറെ പുള്ളിക്കാരുടെ ഇരിക്കുന്നു. അതാണ് ഒറ്റ പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന് എന്നോട് തിരിച്ചൊരു ചോദ്യം, അല്ലെ ഹബ എന്തോന്നാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കും അറിയാൻ പാടില്ല. കേട്ടിട്ട് നല്ല സുഖമൊക്കെ ഉള്ളൊരു വെറൈറ്റി പേരല്ലേ. എന്നിട്ട് അടുത്തത് ഈ കേക്ക് കണ്ടിട്ട് പറയാ ആരോ കഴിച്ചതിന്റെ ബാക്കി പകുതി കേക്കൊക്കെ തന്നിട്ട് നിന്നെ പറ്റിച്ചാണെന്ന്. അല്ലത് ഞാനും ആലോചിച്ചായിരുന്നു ഈ കേക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ പേസ്ട്രി ഒന്നും ഇങ്ങനെയല്ലോ. ഇനി ഞാൻ കഴിക്കുന്നത് വല്ലതും ചേട്ടന് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ദേ കൊടുത്തിട്ടുണ്ട്. ഇനി വാങ്ങി രണ്ടോ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. 2 സാധനം ഒന്നിനൊന്നും വെച്ചം. അതിൽ എടുത്തു പറയേണ്ട കേക്കാണ്. എടാ ഇമാതിരി ഒരു ടേസ്റ്റുള്ള കേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു സ്പൂൺ അങ്ങോട്ട് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഫാനായി. എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് കേക്ക് ആയിരിക്കും ഇത്. ഇനിയും ഞാനിവിടെ ചേട്ടനെ സോപ്പിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും, ആ ഹബ പൊക്കുന്നതായിരിക്കും.